നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മളെ 6ാമത്തെ ദിവസം ഇല്ല, ഒരു വീക്കെൻഡിലെ ലാസ്റ്റ് വർക്കൗട്ടാണ് ബാക്ക് വർക്കൗട്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള എൻ്റെ എല്ലാ വീഡിയോസും കണ്ടുള്ളവർക്ക് അറിയാം. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവരോട് പറയാൻ വേണ്ടിയിട്ട്, ഇത് ഒരാഴ്ചത്തെ നമ്മുടെ വർക്കൗട്ട് റൊട്ടീനാണ്. അത് ലാസ്റ്റ് ഡേ ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി കാണാം. ഡംബിൾസ് നിർബന്ധമാണ്. ഇത് 2.5 kg ഡംബിൾസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 2 kg മതിയാവും. പിന്നെ നിങ്ങൾ ഒരു മാസത്തോളം വർക്കൗട്ടെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് വീടുകളിൽ നിന്ന്, ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ഇതിൽ ലേഡീസിനും ജെൻസിനും ഒരുപോലെ വർക്കൗട്ട് ചെയ്യാം. ഏജ് വ്യത്യാസമില്ല, ആർക്ക് ഏത് ഏജിലും ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം. ഫസ്റ്റ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ബാക്ക് വർക്കൗട്ട് ഒന്നാണിത്. ബെൻഡ് ഓവർ റോ എന്നാണ് പറയുക. നമ്മൾക്ക് ഇത് റോഡിലൊക്കെയാണ് ജിമ്മിൽ ചെയ്യാറ്. അതിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് ഡംബിൾസ് ചെയ്യാം. നേരെ നിൽക്കുക. നേരെ നിന്ന ശേഷം കാലിൻ്റെ റൂട്ട് ഒന്ന് അപ്പ് ചെയ്യണം. റൂട്ട് അപ്പ് ചെയ്തതിന് ശേഷം കാലിൻ്റെ മുട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം എന്താ ഇവിടെ ആയിട്ട് വേണം ഡംബിൾസ് വരാൻ. 1 2 3. നേരെ നിൽക്കുക. കാലിന് മുട്ട് ബെൻഡ് ചെയ്യുക. റൂട്ട് നിർബന്ധമാണ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും. 1 2 3 4 5 6 7 8 9 10. ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ, ബെൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ ലോവർ പോർഷൻസ്, നമ്മുടെ ഇവിടെ ഈ അടിവേറിൻ്റെ ഒരു വശത്തോട്ടാണ് ഡംബിൾസ് വരുന്നത്. അതിന് ശേഷം എന്താ കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വേണം ചെയ്യാം. 1 2 3 ഇങ്ങനെ വേണം ചെയ്യാൻ. ഇത് നമ്മൾ 3 സെറ്റ് ചെയ്യണം. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ 3 സെറ്റിൽ കുറയാതെ വേണം ചെയ്യാൻ. റിപ്പീറ്റേഷൻ 10 കൂടിയാലും ഒരു കുഴപ്പമില്ല. 10 15 ചെയ്യാം, ഒരു കുഴപ്പമില്ല. 20 വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ 10-30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത ബെൻഡ് ഓവറോ, ഇനി അടുത്ത് ചെയ്യാവുന്ന ബെൻഡ് ഓവറോ റിവേഴ്സ് ആണ് ചെയ്യുന്നത്. റിവേഴ്സ് ചെയ്യുമ്പോൾ ഡംബിൾസ് തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ട് കൈ കുറച്ച്, നമ്മൾ നേരത്തെ ചെയ്ത ഇവിടെ ആണെങ്കിൽ കൈ ഡംബിൾസ് ഇനി ഇവിടെ തന്നെ മിഡിലായിട്ട് വരണം. ഫസ്റ്റ് ചെയ്ത അടിയിലാണ്. നമ്മൾ കറക്റ്റ് ഈ ബാക്കിലുള്ള മസിൽസ് ഫാറ്റ് പോകാൻ വളരെ നല്ലൊരു വർക്കാണ്. ലോവർ ഫാറ്റ് പോകാൻ വേണ്ടി ഇവിടെയുള്ള ഈ ഭാഗത്ത് ഫാറ്റിനായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ തിരിച്ച് റിവേഴ്സ് പിടിക്കുക. പിടിച്ച ശേഷം സെയിം പോസ്റ്റ്, കാലിന് മുട്ടൊന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്ത ശേഷം റൂട്ട് അപ്പ് ചെയ്യുക. അതിനുശേഷം ബെൻഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. കറക്റ്റ് ഇതാ. 1 2 3 4 5 6 7 8 9 10. ഇനി വീട്ടിൽ വരെ ചെറിയ റോഡൊക്കെ ഉള്ളവരാണെങ്കിൽ, ചെറിയ ബാർബൽ റോഡൊക്കെ ഉള്ളവരാണെങ്കിൽ ഡംബിൾസിന് പകരം അത് എടുത്ത് യൂസ് ചെയ്താലും മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഇത് 3 സെറ്റ് ചെയ്യണം. അതിനുശേഷം നേരെ നിൽക്കുക. നേരെ ശേഷം നമ്മുടെ പോസ്റ്റ് കറക്റ്റായിരിക്കും. നമ്മൾ നടു വളയാതെ ഗ്ലൂട്ട് അപ്പ് ചെയ്യാൻ പറയുന്നത് ബാക്ക് പെയിൻ വരാതിരിക്കാൻ കൂടിയാണ്. നമ്മൾ നേരെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നടുവേദന വരും. അതിന് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ വർക്കൗട്ട് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ചെയ്യാം. ഏത് ഏജിലുള്ളവർക്കും ചെയ്യാം. ധൈര്യമായിട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ. നേരെ നിൽക്കുക. അതിനുശേഷം റൂട്ട് അപ്പ് ചെയ്യുക. അതിനുശേഷം നടു വളയാതെ നേരെ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം കൈമുട്ട് മടക്കാതെ 1 ഒരുമിച്ച് 2 3 4 5 തലയുടെ മുകളിൽ 1 2 3 4 5. ആരും തിരിഞ്ഞു കറങ്ങിയൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് പോസ്റ്റർ മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കണം. അതിനുശേഷം ഇങ്ങനെ ചെയ്യേണ്ട വർക്കൗട്ടാണ്. പോസ്റ്റർ കറക്റ്റ് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2-3 ആംഗിൾ കാണിച്ചു തരുന്നത്. ഒരേ പോസ്റ്റർ തന്നെ നിന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബാക്കിൽ വളരെ
പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെയ്ത് ബെൻഡോവർ റിവേഴ്സ് ഫ്രണ്ട് മൂന്ന് വർക്കൗട്ടായി. നാലാമത്തെ വർക്കൗട്ട്. ഇനി 2 ഡംബിൾസ് സൈഡിൽ. ഇത് നമ്മൾ നിൽക്കുമ്പോൾ കുറച്ച് ബെൻഡ് ചെയ്ത് ഗ്ലൂട്ടപ്പ് ചെയ്യുക, കുറച്ച് ബെൻഡ് ചെയ്യുക, നിൽക്കുക. ഡംബിൾസ് ഈ സൈഡിൽ വരണം. വന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് വൺ ചെയ്യേണ്ടത് സൈഡിലോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് ഫ്രണ്ടിലോട്ടാണ്. ഇനി അത് ഇവിടെ വരണം. ഇവിടെ വന്ന ശേഷം നേരെ നിൽക്കുക, ഗ്ലൂട്ടപ്പ് ചെയ്യാൻ ശേഷം 1. ഈ സമയം നമ്മുടെ ബാക്കിൻ്റെ മുതുകിൽ ആ മസിൽസ് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മളിങ്ങനെ ഇത് വലിക്കുമ്പോൾ 1 2 3. ജിമ്മിലാണെങ്കിൽ ഇതിന് പകരം സീറ്റഡ് ഡ്രോ എന്ന് പറഞ്ഞ മെഷീനും ഉണ്ട്. അത് നമുക്ക് വർക്കൗട്ട് ഈസി ആയിട്ട് ആ ലോക്കിൽ ഇങ്ങനെ വലിക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള സംവിധാനം ഇല്ല. അതുകൊണ്ടാണ് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത്. 1. കറക്റ്റ് ബാക്ക് മസിൽസ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ കൃത്യമായി എന്നും ഒരു സമയത്ത് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പല ടൈമിൽ ചെയ്യാതെ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. അമിത ഫാറ്റ് ഉള്ളവരാണെങ്കിൽ റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യുക. കൂട്ടത്തിൽ ഡയറ്റും ചെയ്യുക. നമ്മൾ ഡയറ്റ് വളരെ നിർബന്ധമാണ്. ഡയറ്റ് ചെയ്യാതെ നിങ്ങൾ വർക്കൗട്ട് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ, നമുക്കൊരു ബെഞ്ചിൻ്റെ സഹായം വേണം. ഒരു ഡബിൾസ് എടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു കാലിൻ്റെ മുട്ട് ഇതിങ്ങനെ മടക്കി വെക്കുക. അടുത്ത കാലിൽ നിവർത്തി ഇങ്ങോട്ട് വൈഡ് ചെയ്ത് വെക്കുക. ബോഡി ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്തിട്ട് അപ്പർ ഭാഗം കുറച്ച് പൊങ്ങി നിൽക്കണം. അതിനുശേഷം ഇവിടെ വരണം. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് കാല് അതേപോലെ തന്നെ മാറ്റി വെക്കുക. ഈ കാലിന് മുട്ടിലൂടെ കയറ്റി വെക്കുക. ഈ കാല് കുറച്ച് വൈഡാക്കി വെക്കുക. കൈ ഇവിടെ വെക്കുക. വെച്ചതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഇത് 2 സൈഡും മാറി മാറി നമ്മൾ 3 സെറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ 6 ദിവസത്തെ വർക്കൗട്ടായി 1 ദിവസം റെസ്റ്റ് കൊടുക്കണം ബോഡിക്ക്. അത് നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഞാനത് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ആപ്സിന് വർക്ക് ചെയ്തിട്ട് ചോദിക്കും എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആവശ്യപ്പെടുക. ഞാൻ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി അത് ഇടുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ആപ്സ് ചെയ്താൽ മതിയാവും. ഇന്നിപ്പോൾ നിങ്ങൾ മൺഡേ ചെയ്യുന്ന ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ കൂടുതലാണ് ആപ്സ് ചെയ്യുന്നതെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യണമെന്നില്ല. അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് ഇപ്പോൾ നെക്സ്റ്റ് ആംസ് വർക്കൗട്ടിൻ്റെ കൂടുതൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടവർക്ക് കുറച്ച് കാർഡിയോ പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം. ആദ്യം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, അതിനുശേഷം മാത്രം ചെയ്യുക. അങ്ങനെ മിക്സാക്കി ചെയ്യുക. ഒരു ദിവസം വെയിറ്റ് ട്രെയിനിങ് ആപ്സ് വർക്കൗട്ട്, പിറ്റേ ദിവസം വെയിറ്റ് ട്രെയിനിങ് കാർഡിയോ വർക്കൗട്ട്, അതിൻ്റെ പിറ്റേ ദിവസം വെയിറ്റ് ട്രെയിനിങ് ആപ്സ്. അങ്ങനെ ഒരു 3 ആപ്സ് വർക്കൗട്ട്, 3 കാർഡിയോ വർക്കൗട്ട്, ആഴ്ചയിൽ 6 ദിവസം മുടങ്ങാതെ വെയിറ്റ് ട്രെയിനിങ്, ഡയറ്റ് നിർബന്ധമാണ്. നിങ്ങൾക്ക് വളരെ വെയിറ്റ് കുറഞ്ഞവരാണെങ്കിൽ കൂടാനുള്ള ഗെയിനിങ്ങിനുള്ള ഡയറ്റ് ചെയ്യുക. ഇനി കൂടുതലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറയാനുള്ള ഡയറ്റ് ചെയ്യുക. നമ്മൾ വർക്കൗട്ടൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതിലെ ഡയറ്റിങ്ങിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ബോഡിയുടെ പോസ്റ്റർ മാറി മറിഞ്ഞ് വരുന്നത്. അപ്പോൾ അമിത ഫാറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ കൂട്ടി ചെയ്യാം. ഇനി ഗെയിനിങ്ങിനുള്ള ഒരാളാണ് നമ്മൾ ഈ വർക്കൗട്ടിലൊക്കെ ചെയ്യുന്നതെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ഏകദേശം 1 മാസത്തോളം യൂസ് ചെയ്യുന്നൊരു വെയിറ്റ്, ഇപ്പോൾ 2 kg ആണ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്യുന്നത്, അത് നിങ്ങൾ മാറ്റിയിട്ട് 2 എന്നുള്ളൊരു 3-4 കിലോ വെയിറ്റ് ആക്കി കൂട്ടിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് വരുള്ളൂ. അല്ലാതെ റിസൾട്ട് വരാൻ ഒരേ വെയിറ്റിൽ തന്നെ നിങ്ങൾ 6-7 മാസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് വരാൻ വളരെ താമസമായിരിക്കും. നിങ്ങൾ അതും കൂടി അറിഞ്ഞിരിക്കുക.
അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയുടെ ഇടയ്ക്ക് വർക്കൗട്ടുകൾ മാത്രം നോക്കി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു തന്ന ടിപ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. അതിപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരാൻ വളരെ താമസമായിരിക്കും. അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചത്തെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതൊരു 4 ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വർക്കൗട്ടുകൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് വർക്കൗട്ട് പ്ലാനുമായിട്ട് വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും. വീണ്ടും സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം, ബൈ ബൈ.